നമസ്കാരം. സമയം മലയാളം ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ മഴക്കാലമാണ്. നിരവധി രോഗങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ചും കുഞ്ഞുകുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. മഴക്കാലം വരുമ്പോൾ കൂടെ പനിയുടെ കാലം കൂടി ആരംഭിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ പനി മാത്രമാണോ ഈ മഴക്കാലത്തുണ്ടാകുന്നത്? മഴക്കാലമായാൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് നമ്മെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് പനിയാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്നത് സാധാരണ പനിയല്ല, വൈറൽ ഫീവറുകളാണ്. ഇത് നമ്മളെ ഒരാഴ്ച അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം കട്ടിലിൽ കിടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ വൈറൽ പനിക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വൈറൽ ഫീവർ മാത്രമാണോ ഈ മഴക്കാലത്ത് പിടിപെടുന്നത്? സാധാരണയായി മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളും അവയെ വീട്ടിൽ തന്നെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും നമുക്ക് നോക്കാം. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ, കോളറ, ടൈഫോയിഡ്, വൈറൽ ഫീവർ, ഡയേറിയ, ഇൻഫ്ലുവൻസ, എലിപ്പനി, വയറ്റിലുണ്ടാകുന്ന ചില അണുബാധകൾ, ശ്വാസകോശ രോഗങ്ങൾ, കൂടാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾ വരെ മഴക്കാലത്ത് ഉണ്ടാകാറുണ്ട്. മഴക്കാലത്ത് സാധാരണയായി കൊതുക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൊതുക് വഴി നിരവധി അസുഖങ്ങൾ പകരുന്നുണ്ട്. മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും സർക്കാരും ജനങ്ങൾക്ക് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട്. മഴ പെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വലിച്ചെറിയുന്ന ഏതെങ്കിലും വസ്തുക്കളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും കൊതുകുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും നിരീക്ഷിച്ച് എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കണം. ഇത് കൊതുകിനെ തടയാനും കൊതുക് വഴി ഉണ്ടാകുന്ന രോഗങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. മഴക്കാലം വന്നാൽ നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നത് ഒഴിവാക്കണം. പകരം തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മഴക്കാലത്ത് വേഗം വെള്ളം മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളത്തിൽ നിന്നുള്ള രോഗങ്ങൾ വരാതിരിക്കാനാണ് എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ പറയുന്നത്. വയറിളക്കം പോലുള്ള രോഗങ്ങൾ ഇത്തരം മലിനജലത്തിൽ നിന്നാണ് പടർന്നു പിടിക്കുന്നത്. ഇത് ഒഴിവാക്കാൻ എല്ലാവരും ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. യാത്ര പോകുമ്പോഴും സാധാരണയായി തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഈ സമയത്ത് നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യമാണ്. മഴക്കാലത്ത് വെള്ളം കുടിക്കുന്നത് പൊതുവെ എല്ലാവർക്കും കുറവാണ്. ഈ സമയങ്ങളിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. മഴക്കാല രോഗങ്ങളെ തടയാൻ സഹായിക്കുന്ന മറ്റൊന്ന് കൈകൾ വൃത്തിയായി കഴുകുക എന്നതാണ്. പുറത്തു പോയിട്ട് വരുമ്പോൾ കൈകൾ വൃത്തിയായി കഴുകണം. കൈകൾ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്നത് രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മഴക്കാലത്ത് വേഗത്തിൽ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ വേഗത്തിൽ അണുബാധ പരക്കുന്നത് കൊണ്ട് തന്നെ വൃത്തിയായി കൈകൾ കഴുകിയ ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിക്കുക. ചിലപ്പോൾ നമ്മളുടെ വീടുകളിൽ തന്നെ ഉണ്ടായ പഴങ്ങളായിരിക്കും. നല്ലത് പിച്ചി കഴിക്കാമെന്ന് വിചാരിക്കാതെ അത് വൃത്തിയായി വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രം കഴിക്കുക. അതുപോലെ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളും പഴങ്ങളും കുറച്ചു നേരം ഉപ്പുവെള്ളത്തിലിട്ട് വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കണം. അതുപോലെ വൃത്തിയുള്ളതും വേവിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിവതും വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ മഴക്കാലത്ത് പാചകം ചെയ്തു വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ച് വൃത്തിയായി വെക്കുക. ഈച്ചകൾ വന്നിരിക്കാനും ആ ഭക്ഷണത്തിൽ അണുക്കൾ ഉണ്ടാകാനും അത് കഴിക്കുന്നത് വഴി നിങ്ങൾക്ക് അസുഖം ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതുപോലെ മഴ പെയ്യുന്നത് കാണാനും മഴയത്തിറങ്ങാനും ഇഷ്ടമുള്ളവരാണ് കൂടുതൽ പേരും. അങ്ങനെ അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും അഴുക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് ചിലപ്പോൾ ദേഹത്ത് ചൊറിച്ചിലും മറ്റ് അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും അറിവുള്ളതും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്നതുമാണ്. എന്നാൽ ഇതൊന്നും അത്ര നിസ്സാരമല്ല. അതുപോലെ അസുഖങ്ങൾ വരുമ്പോൾ സ്വയം ചികിത്സിക്കാതെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ അസുഖം വേഗത്തിൽ മാറ്റാനും നിങ്ങളുടെ രോഗം കൂടാതിരിക്കാനും ഇടയാക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.